Hello guys, welcome back to my YouTube channel. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ബേസിക് സോസസിനെ കുറിച്ചൊരു വീഡിയോ എടുത്തിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബേസിക് സൂപ്സ് ആൻഡ് സ്റ്റോക്സ് ആണ്. അപ്പം നമുക്ക് സൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് വേണം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്കിനെ കുറിച്ചാണ്. ബേസിക് ഒരു ചിക്കൻ സ്റ്റോക്ക് ബോൺസ് വെച്ചിട്ടൊരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു സൂപ്പ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂപ്പ്സ് എനിക്ക് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ഒരു ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്, ഒരു ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ്, ഒരു ക്രീം ഓഫ് വെജ് സൂപ്പ്. അത് വരും വീഡിയോകളിൽ കാണിച്ചു തരാം. ലാസ്റ്റ് ടൈം ഞാനൊരു ബോൺലെസ് ചിക്കൻ്റെ വീഡിയോ കാണിച്ചത്. അപ്പോൾ ആ ബോൺസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോൺസ് വെച്ചിട്ടൊരു ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ബേസിക്കലി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ സ്റ്റോക്കിന് വേണ്ടുന്ന ബേസിക് ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. ബോൺലെസ് ചിക്കൻ, അതിൻ്റെ ബോൺസ് വെച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കുകയാണ്. ബോൺസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടുന്നത് പെപ്പർകോൺ, റഫ്ലി കട്ട് അനിയൻ, റഫ്ലി കട്ട് ക്യാരറ്റ്, ലീക്സ്, സെലറി ലീവ്സ്, ബേ ലീഫ്. ഇതെല്ലാം മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങളാണ്. ഇതിനെ നമ്മൾ OCC എന്ന് പറയും, ബൊക്കെ കാണി എന്ന് പറയും. ഒനിയൻ, ക്യാരറ്റ്, സെലറി ലീക്സ്. നമ്മൾ OCC എന്ന് ഷോർട്ട് നമ്മൾ കുലിനറി ടേംസിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഇൻഡക്ഷൻ ഓൺ ചെയ്യുന്നു. വാഷ് ചെയ്ത ചിക്കൻ അതിലോട്ടിടുന്നു. എപ്പോഴും ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ കോൾഡ് വാട്ടർ വേണം ഉപയോഗിക്കാനായിട്ട്. ഞാൻ കോൾഡ് വാട്ടർ ഒഴിക്കുകയാണ്. Make sure that it covers the chicken bone. അപ്പോൾ നമുക്കൊന്ന് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലോട്ട് ഒനിയൻ ഇട്ട് കൊടുക്കുന്നു, ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു, ലീക്സ് ഇട്ട് കൊടുക്കുന്നു, കുറച്ച് സെലറി ഇട്ട് കൊടുക്കുന്നു, ഒരു ബേ ലീഫ് ഇടുന്നു, 3-4 പെപ്പർകോൺ ഇടുന്നു. ഇത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത്രയാണ് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ഇൻഗ്രീഡിയൻറ്റ്. എനിക്കൊന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ തോന്നുന്നു. കുറച്ചുകൂടി അത് കവറാവുന്നത് വരെ ഇത്രയും മതി. ഇനി നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കാം. ഇനി അത് ബോയിലാവട്ടെ. ബോയിലാകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് വരുന്ന സ്കം എന്ന് പറയുമ്പം ഇതിൻ്റെ ഈ ബ്ലഡും എല്ലാം കൂടി ബോയിലായിട്ട് ഒരു സ്കം ആയിട്ട് മുകളിൽ വരും. അതിനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സിമ്മറിൽ വെക്കണം. ചെറിയ ഫയറിൽ വെച്ചിട്ട് സ്ലോ കുക്കിംഗ് ആണ്. അതൊരു 1 to 1.5 hours നമുക്ക് ഇത് ബോയിൽ കഴിയുമ്പം നല്ലൊരു ക്ലീൻ ചിക്കൻ സ്റ്റോക്ക് കിട്ടും. വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം അതവിടെ ബോയിൽ ചെയ്യാൻ കിടക്കട്ടെ. ഓക്കെ, നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഏകദേശം 1 മണിക്കൂർ ബോയിൽ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ചെറിയ ഓയിലി സംഭവം ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമാർഗം, ഞാൻ അതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ആഡ് ചെയ്യണം. കുറച്ച് കോൾഡ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് സെറ്റിലാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് ബോയിലാകുന്നതിന് മുമ്പുള്ള സമയത്ത് നമുക്കിതിൻ്റെ സ്കം റിമൂവ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഈ ഓയിൽ പാർട്സ് എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, അത് നോക്കൂ, വളരെ ക്ലിയറായിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നല്ല ക്ലിയർ സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിനെ സ്ട്രെയിൻ ചെയ്യാം. ഏകദേശം സ്കമ്മെല്ലാം മാറിക്കഴിഞ്ഞു. ഏകദേശം സൂപ്പ് നല്ല ക്ലിയറായി. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ കളറും അതിൻ്റെ ഫ്ലേവറും കിട്ടും നമുക്ക്. ഞാൻ തൽക്കാലം ഇതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി അത് ബോയിലാവേണ്ട, സിമ്മറായാൽ മതി. ഞാനതിപ്പം ചിക്കൻ സ്റ്റോക്ക് സ്ട്രെയിൻ ചെയ്യാണ്. വളരെ ഹോട്ടാണ്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിൻ്റെ സ്റ്റീം നമ്മുടെ കയ്യിലടിക്കാതെ നോക്കണേ. കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം അതിൻ്റെ ബോൺസ് എല്ലാം, ഇതിലെല്ലാം കുറച്ച് മീറ്റ് ഇരിപ്പുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. ചിക്കൻ സൂപ്പിൽ ഗാർണിഷായിട്ട് കൊടുക്കാനും പറ്റും സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത്. ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡിയായി കഴിഞ്ഞു. നല്ല ഫ്ലേവറുണ്ട്. നമ്മളതിനകത്ത് ഒനിയനും ക്യാരറ്റും സെലറിയും ലീക്സും എല്ലാം ഇട്ടപ്പോൾ ആ ഫ്ലേവർ എല്ലാം ഇൻഫ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്റ്റോക്ക് റെഡി. ഇനി ഇത് വെച്ചിട്ട്
നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അത് പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ടേക്ക് കെയർ, ബൈ.